ഇനി നമുക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാണ്. ഹാർബറുകളിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്ഥിരമായ റെസ്ക്യൂ ബോട്ടുകൾ സജ്ജമാക്കണമെന്ന ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. നിലവിൽ മൺസൂൺ കാലത്ത് മാത്രം വാടകയ്ക്ക് റെസ്ക്യൂ ബോട്ടുകൾ ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം മുന്നറിയിപ്പ് നൽകി. ആദ്യം പ്രതികരണത്തിലേക്ക്. വർഷം ഇങ്ങനെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വാടക എടുത്തുമ്പോൾ അതൊരു സ്ഥിര സംവിധാനമല്ലല്ലോ. അപകടത്തിൽപ്പെട്ടാൽ അന്നേരം ഡീസൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ബോട്ട് അവിടെ കിടക്കാണ്. വലിയൊരു പൈസ ചിലവാക്കിയിട്ടാണ് ഒരു 1.5-2 കോടി ഉറുപ്പിനടുത്താവുന്ന പറഞ്ഞാൽ ആ ബോട്ടിന്. അപ്പോൾ മത്സ്യത്തൊഴിലാളി ഇത്തരം കാര്യങ്ങളോട് സർക്കാർ മാറി വരുന്ന സർക്കാരുകൾ ഇതിനൊരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു ജീവനും സ്വത്തിനും ഒരു പരിഗണന നൽകാത്ത സംവിധാനത്തിനാണ് ഇപ്പോൾ പോയി കൊടുക്കുന്നത്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും പറയാനുള്ളത് എല്ലാ ഹാർബറിലും, കോഴിക്കോട് ജില്ല എല്ലാ ഹാർബറിലും സ്ഥിരമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്ക്യൂ ബോട്ടുകൾ വേണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, അതായത് പരമപ്രധാനം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയാണ്. പക്ഷേ അതിന് കൃത്യമായ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഭാരതീയ മത്സ്യ സംഘവും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? നോക്കൂ രാഖി, ഈ മഴക്കാലത്തും അതുപോലെ തന്നെ എല്ലാ കാലത്തും ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കടലിൽ പോയി ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ കൃത്യമായി അവരെ റെസ്ക്യൂ ചെയ്ത് തിരിച്ചെത്തിക്കാൻ ഉള്ള സംവിധാനങ്ങളുടെ അഭാവം. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബോട്ട് അപകടങ്ങൾ പതിവാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെടുന്ന സാഹചര്യമൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇവരെ രക്ഷകരായി എത്തുന്നത് ഒരിക്കലും കോസ്റ്റ് ഗാർഡോ അവരുടെ ബോട്ടോ അവരുടെ സംവിധാനങ്ങളോ ഒന്നുമല്ല. ഒപ്പമുള്ള മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഇവരെ രക്ഷിച്ച് കരയ്ക്ക് എത്തിക്കുന്നത്. മാത്രമല്ല, ഈ റെസ്ക്യൂ ബോട്ടുകൾ, ഈ ബോട്ടുകൾക്ക് ഒരു കടലിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാൽ ഈ സ്ഥിതി ഇനി മുന്നോട്ടിങ്ങനെ തുടർന്നു പോയാൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ഇത്തരത്തിൽ റെസ്ക്യൂ ബോട്ടുകളുടെ അഭാവം വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഹാർബറിൽ, പുതിയാപ്പ ഹാർബറിലൊക്കെ തന്നെ ഈ റെസ്ക്യൂ ബോട്ടുകൾക്ക് ഇത്തരത്തിൽ അവിടെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബോട്ടുകൾ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഇവർക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അപകടം പറ്റിയാൽ ഇവർ ഉടൻ തന്നെ കരയിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടും. പക്ഷേ തങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള മറുപടി അടക്കം നൽകുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണിപ്പോൾ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ടിങ്ങനെ പോകാൻ പറ്റില്ല. ശക്തമായ സമരം മത്സ്യത്തൊഴിലാളികളെ അണിനിർത്തി ഉണ്ടാകും. അതായത് ഇവരുടെ പ്രധാന ആവശ്യം ഇത്തരം ഈ കോസ്റ്റ് ഗാർഡിന്, തീരരക്ഷാ സേനയ്ക്കൊക്കെ തന്നെ ഇത്തരം ബോട്ടുകൾ അത് ഉറപ്പുവരുത്തുക. കേടായ പല ബോട്ടുകളുമുണ്ട്, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി അത് കൃത്യമായി സജ്ജമാക്കുക. ഈ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേവലം ഇവരുടെ ആവശ്യമല്ല, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു അവകാശമാണ്. അവരെ എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ അവകാശം അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം അവർ പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണല്ലേ. അവരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകത. ഒരു കാലത്തും ഒരേപടി ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് അവരുടെ ജീവനോപാധിയുടെ കാര്യത്തിലായാൽ, അവർ താമസിക്കുന്ന കാര്യത്തിലായാൽ ഒക്കെയും വലിയ വലിയ പ്രതിസന്ധികളാണ്. അത് പലപ്പോഴും ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് പോകാറില്ല. ചിലപ്പോൾ കുറേ കല്ലുകൊണ്ട് തട്ടി പിന്നെ കണ്ണിൽ പൊടിയിടുക, അത്രേ ഉള്ളൂ. അപ്പം കൃത്യമായൊരു നടപടി എങ്ങനെ ഉണ്ടാകുമെന്ന ചോദ്യമാണ് അനഘയുടെ വാർത്തയിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത്.